ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ വീക്കിലി അനസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് ലേറ്റായി താമസിച്ചതിൻ്റെ പ്രധാന രണ്ട് കാരണമാണ്. ഒന്ന്, ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ചിട്ട് ഓരോ നിമിഷവും ഓരോ മണിക്കൂറുകളിലും വാർത്തകൾ മാറി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് മൊമെൻറ്റ് വരെ ഒന്ന് വെയിറ്റ് ചെയ്തു എന്താണ് ഒരു കൺക്ലൂഷൻ പറയേണ്ടതെന്നുള്ള കാര്യം. ഒന്നാമത്തെ കാര്യം അത്. രണ്ടാമത്തെ കാര്യം, ഇന്ന് ആയുസ്സിൽ ഒരു ദിവസം കൂടെ, ഒരു വർഷം കൂടെ ദൈവം തമ്പുരാൻ കൂട്ടിത്തന്നു. ഓക്കെ, അങ്ങനെ അപ്പോൾ അത് തിരക്കൊന്നുമില്ലായിരുന്നു. നമ്മുടെ അടുത്ത് തന്നെ ഒരു ചെറിയൊരു സ്നേഹഭവൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി അവിടുത്തെ അമ്മമാരുമായിട്ടൊക്കെ കൂടെ ഇരുന്ന് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി. അപ്പോൾ അങ്ങനെ കുറച്ച് ലേറ്റായി. കാരണം അമ്മയുള്ള സമയത്ത്, ഇപ്പോൾ അമ്മയില്ലാത്ത രണ്ടാമത്തെ പിറന്നാളാണ്. അപ്പോൾ അമ്മയുള്ളപ്പോൾ ഇപ്പോഴും അമ്മയ്ക്ക് ആ ദിവസം ആർക്കെങ്കിലും ഭക്ഷണം 2-3 പേരെ വിളിച്ച് അങ്ങനെ ഭക്ഷണം കൊടുക്കുന്നൊരു പരിപാടിയുണ്ട്. അപ്പോൾ ഇത്രയും നാൾ ഈ 48 വർഷമായി. അപ്പോൾ 48 വർഷവും എല്ലാ വർഷവും മുടങ്ങാതെ അമ്മ ആരെങ്കിലും ബന്ധുജനങ്ങളെയായാലും പുറത്തുള്ളവരായാലും വിളിച്ച് ഒരു ദിവസത്തെ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നൊരു പതിവുണ്ടായിരുന്നു. അപ്പം അമ്മ പോയതോടുകൂടെ, അപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ ഒന്നും ചെയ്തില്ല. അപ്പോൾ ഈ വർഷം നമ്മുടെ വീടിനടുത്ത് തന്നെ ഒരു സ്നേഹഭവനമുണ്ട്. അപ്പോൾ അവിടെ കുറേ എന്താ പറയുന്നത്, ജീവിതത്തിൻ്റെ സായാഹ്ന വേളകളിൽ ആരും ഇല്ലാതെ നഷ്ടപ്പെട്ട മക്കൾ ഉപേക്ഷിച്ചതോ അല്ലെ ഏതെങ്കിലും കാരണവശാൽ ഉപേക്ഷിക്കപ്പെട്ടതോ അല്ലെ ഏകയായി ഒറ്റപ്പെട്ടു പോയതോ ആയ കുറേ അമ്മമാരുള്ള ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ അവിടെ പോയി ഒരു നേരത്തെ ഭക്ഷണം അവരുടെ കൂടെ കഴിക്കുക എന്നുള്ളതായിരുന്നു ഇന്നത്തെ പ്രധാനപ്പെട്ട പരിപാടി. അപ്പോൾ അങ്ങനെ അവിടെ പോയി എല്ലാം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് ലേറ്റായിപ്പോയി. ഓക്കെ, അപ്പോൾ നമുക്ക് നമുക്ക് വീക്കിലൻസിലോട്ട് വരാം. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ചാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മന്ത്ലി ചാർട്ടാണ്. നമ്മൾ എല്ലാ ആഴ്ചയിലും ഈ മന്ത്ലി ചാർട്ട് പരിശോധിക്കാറുണ്ട് അല്ലേ. ഇപ്പോഴും നിലവിലും ഈ മന്ത്ലി ചാർട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇപ്പോഴും എന്താ പറയുന്നത്, ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സിലാണ് ഇപ്പോഴും. ഈ മന്ത്ലി ക്യാൻഡിൽ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആണ് ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. മന്ത്ലി ക്യാൻഡിലാണ്. ഇനിയും ഈ മാസം ജൂലൈ മാസം തുടങ്ങിയില്ല. ഇത് ഇപ്പോൾ ഈ മന്ത്ലി ക്യാൻഡിൽ എന്ന് പറയുമ്പം എനിക്ക് തോന്നുന്നു ഇത് ഈ മാസം അവസാനം വരെ ഈ ക്യാൻഡിൽ ഇങ്ങനെ നിലനിൽക്കും. പുതിയ കോൺട്രാക്റ്റ് തുടങ്ങിയെങ്കിലും നമുക്ക് കോൺട്രാക്റ്റ് തുടങ്ങിയാൽ 30-ാം തീയതിയാണ്. ഇനിയും 3-4 ദിവസം കൂടെ ഉണ്ട് കോൺട്രാക്ട്. 30-ാം തീയതിയാണ് നമ്മുടെ കോൺട്രാക്ട് തീരുന്നത്. അപ്പം അതുവരെ ഈ ക്യാൻഡിൽ എന്ത് സംഭവിക്കുന്നുള്ളത് ഇപ്പം കണ്ടു കഴിഞ്ഞാൽ പ്രീവിയസ് ക്യാൻഡിലിനേക്കാളും എന്താ പറയുന്നത്, ഒരു പോസിറ്റീവ് മൊമെൻറ്റുമാണ്. ഇതിപ്പോൾ ഒരു നെഗറ്റീവ് മൊമെൻറ്റം വരണമെന്നുണ്ടെങ്കിൽ ഇതിന് താഴെ പോകണം. ഒരു റെഡ് ക്യാൻഡിൽ വന്ന് ഇതിന് താഴെ ക്ലോസിങ് ആണെങ്കിൽ ഒരു നെഗറ്റീവ് മൊമെൻറ്റ് എന്ന് പറയാൻ പറ്റുന്നത്. പക്ഷേ ഇപ്പം നിലവിലത്തെ അവസ്ഥ വെച്ചിട്ട് നമ്മളിത് കാണുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും മന്ത്ലി ക്യാൻഡിൽ ഒരു പോസിറ്റീവ് മൊമെൻറ്റുമാണ്. കോൺട്രാക്ട് തീരെ 30-ാം തീയതിയാണ് നമ്മുടെ ഈ വർഷത്തെ മന്ത്ലി എക്സ്പയറി. ഓക്കെ, വീക്കിലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡോജി ഫോർമേഷനാണ് നമ്മൾ വീക്കിലിയിൽ കാണുന്നത്. കണ്ടാണ് വീക്കിലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നിഫ്റ്റിയുടെ ഒരു ഡോജി ഫോർമേഷൻ, ഡോജി അല്ല, ഒരു ഡോജിയേക്കാൾ കുറച്ച് മുകളിൽ ആണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഒരു അൺസർട്ടനിറ്റിയാണ്. എങ്കിലും പ്രീവിയസ് ക്യാൻഡലിൻ്റെ മുകളിലാണ് ക്ലോസിങ് എന്നുള്ളൊരു ആശ്വാസം. അവിടെയും ചെറിയൊരു പോസിറ്റിവിറ്റി കാണുന്നുണ്ട്. പക്ഷെങ്കിൽ നമ്മൾ ഡേ ക്യാൻഡിൽ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആണ്. അതായത് ശരിക്കും ഒരു റിജക്ഷൻ ക്യാൻഡിലാണ് ഡേ വൈസിൽ നമുക്ക് വെള്ളിയാഴ്ച മാർക്കറ്റിലാണ്. വ്യാഴാഴ്ച നമുക്ക് ഫോം അയക്കുന്നത് റിജക്ഷൻ ക്യാൻഡിലാണ്. നല്ല മേളിൽ നല്ല വിക്കോട് കൂടി ഒരു റിജക്ഷൻ ക്യാൻഡിൽ. അപ്പം ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ചിട്ട് നമുക്കറിയത്തില്ല. ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ചിട്ട് നമ്മൾ സെൻറ്റിമെൻറ്റ്സ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാളെ മാർക്കറ്റ് ഒരു നെഗറ്റീവ് ഓപ്പണിങ്ങിനുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത്. ഇപ്പോൾ നമ്മൾ ഗിഫ്റ്റ് നിഫ്റ്റിയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. എങ്കിലും നാളെ ഒരു ഗ്യാപ്പ് ഡൗണിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യാനുള്ള സാധ്യത നിലവിലത്തെ അവസ്ഥ വെച്ചിട്ട് കാണാനുള്ളത്. ക്രൂഡ് വീണ്ടും 70-ന് മുകളിൽ പോയി. അപ്പം ഈ പറയുന്ന ഒരടി അങ്ങോട്ടൊന്ന് ചൊറിഞ്ഞു, തിരിച്ചിങ്ങോട്ടൊന്ന് ചൊറിഞ്ഞു. അപ്പോൾ ആ ചൊറിച്ചിലിൻ്റെ അലയൊലികൾ ഇതുവരെയായിട്ട് മാറിയിട്ടില്ല. ഇനിയും എന്തൊക്കെയാണ് വിടുവായുത്തരം മറ്റദ്ദേഹം പറയുന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. ഓക്കെ, അപ്പം വരും മണിക്കൂറുകളിൽ ഈ പറയുന്ന വായി കിടക്കുന്ന നാക്കിനനുസരിച്ചായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. എന്തായാലും നമുക്ക് ചാർട്ടിലോട്ട് വരാം. എന്താണ് ചാർട്ട് പറയുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഈ മന്ത്ലി ഈ സംഭവം നമുക്കിതങ്ങ് ഒഴിവാക്കാം. ഓക്കെ, അപ്പം നാളെ മാർക്കറ്റിൽ ഞാൻ പറഞ്ഞില്ലേ, ന്യൂസുകളായിരിക്കും മാർക്കറ്റിനെ നാളെ നയിക്കുന്നത്. നമുക്ക് ഈ ആഴ്ച ഞാൻ പറഞ്ഞു ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആണ് മന്ത്ലിയും വീക്കിലിയും നമുക്ക് കാണുന്നത്. പക്ഷേ ഡേ വൈസ് നോക്കുമ്പോൾ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആണ്. അപ്പോൾ ആ നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ഒരു പക്ഷെങ്കിൽ ഈ ആഴ്ച ഓപ്പൺ ചെയ്തതിന് ശേഷം അവസാനം
എന്താ സംഭവിക്കുന്ന കാര്യം നമുക്കറിയത്തില്ല. എനിവേ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് നിലവിൽ മാർക്കറ്റിലുണ്ട് എന്നുള്ള കാര്യം നമുക്ക് അനുമാനിക്കാം. നാളെ നമുക്കൊരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ് നമുക്ക് നാളെ കിട്ടാൻ പോകുന്നത്. അപ്പം കൂടുതൽ ഇതിനെപ്പറ്റി സംസാരിക്കാൻ നമുക്ക് താല്പര്യമില്ല. പിന്നെ ഒരു പോസിറ്റീവ് ഉണ്ട്, ഒരു നെഗറ്റീവ്. നമ്മൾ ആദ്യം ആ കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. നമുക്കൊരു പോസിറ്റീവ് ഉണ്ട്, ഒരു നെഗറ്റീവ് ഉണ്ട് ഇല്ലേ. നമുക്കൊരു നെഗറ്റീവ് ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലോബലി ഉള്ള ന്യൂസാണ് ഇറാനും അമേരിക്കയും തമ്മിലുള്ള വിഷയം. നമുക്കൊരു പോസിറ്റീവ് ന്യൂസ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മുൻ RBI ഗവർണർ ശക്തികാന്ത് ദാസ് പുതിയ ഫിനാൻസ് മിനിസ്റ്ററായിട്ട് വരുന്നു എന്നൊരു ശ്രുതി കേൾക്കുന്നു. ഇത് സത്യമാണോ കള്ളമാണോ എന്ന് നമുക്കറിയത്തില്ല. ഇപ്പം ശക്തികാന്ത് ദാസ് പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇദ്ദേഹം നിർമ്മലാ സീതാരാമൻ മാറി ഇദ്ദേഹം പുതിയ ഫിനാൻസ് മിനിസ്റ്ററായിട്ട് വരുന്നു എന്നൊരു ശ്രുതി കേൾക്കുന്നു. ഈ ആഴ്ച തന്നെ മന്ത്രിസഭയിൽ ഒരു അഴിച്ചുപണി ഉണ്ടാകും എന്ന് നമ്മൾ കേൾക്കുന്നു. സത്യമാണെങ്കിൽ ഈ പറയുന്ന, നമുക്കറിയത്തില്ല സത്യമാണോ കള്ളമാണെന്ന്, പക്ഷെങ്കിൽ ഈ പറയുന്ന കാര്യം സത്യമാണ് എങ്കിൽ മാർക്കറ്റിന് അത് പോസിറ്റീവാണ്. നിഫ്റ്റി അത് വളരെ പോസിറ്റീവായിട്ട് അതിനെ എടുക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഗ്ലോബൽ സെൻറ്റിമെൻറ്റ്സ് എല്ലാം മാറി നമ്മളുടെ മാർക്കറ്റ് ഒരു വൺ സൈഡ് റാലിക്കുള്ള സാധ്യത വീണ്ടും അടിവരവിട്ട് പറയുന്നു, സാധ്യത ഉണ്ട്. കാരണം ശക്തികാന്ത് ദാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ടേമിൽ RBIയുടെ ഗവർണറായിട്ടാണ് ആ സമയത്ത് അദ്ദേഹം എടുത്ത നിലപാടുകൾ, ഒക്കെ എക്കണോമിയെ ശക്തിപ്പെടുത്താൻ അദ്ദേഹം എടുത്ത നിലപാടുകളും പിന്നെ കർക്കശമായ പല കാര്യങ്ങളും അത് മാർക്കറ്റിന് പലപ്പോഴും ഗുണം ചെയ്തിട്ടുണ്ട്, RBIക്കും പലപ്പോഴും ഗുണം ചെയ്തിട്ടുണ്ട്. അപ്പം ഈ വക കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരാൾ ഫിനാൻസ് മിനിസ്റ്ററായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ അത് ഇന്ത്യയുടെ എക്കണോമിക്ക് ഒരു നല്ലതാണെന്നാണ് കൂടുതലും അനലിസ്റ്റുകൾ വിശ്വസിക്കുന്നത്. അപ്പോൾ അതിനെ മാർക്കറ്റിന് പോസിറ്റീവായിട്ട് എടുക്കും. കാരണം സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റിയും നല്ല രീതിയിൽ അറിയാവുന്ന ഒരാളാണ് ശക്തികാന്ത് ദാസ്. അപ്പോൾ എവിടെ എങ്ങനെ പ്രവർത്തിക്കണം എന്നൊക്കെ അദ്ദേഹത്തിന് നല്ല ഗ്രാഹ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരാൾ വരുവാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് അത് പോസിറ്റീവായിട്ട് എടുക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സത്യമാണോ കള്ളമാണോ എന്ന് നമുക്കറിയത്തില്ല. ആണെങ്കിൽ അത് മാർക്കറ്റിനൊരു പോസിറ്റീവായിരിക്കും. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതവിടെ നിൽക്കട്ടെ, നമുക്കറിയത്തില്ല. അടുത്ത ആഴ്ചകളിൽ മാത്രമേ അതിനെപ്പറ്റി ഒരു ക്ലിയർ പിക്ചർ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പം ഈ നാളെ ഗ്യാപ്പ് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ട്രെൻഡ് ലൈനൊക്കെ അവിടെ വരച്ചിട്ടുണ്ട്. അതൊക്കെ പൊട്ടി താഴെ പോകും, 24,000 പൊട്ടി താഴെ പോകുമെന്ന് വിചാരിച്ചു. അങ്ങനെ പൊട്ടിയാൽ 939 താഴെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ, 939 താഴെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഈ 939 നിലനിർത്തുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യമായിരിക്കും പ്രധാനം. നാളത്തെ കാര്യം 939 നിലനിർത്തുമോ ഇല്ലെന്നുള്ളത്. അങ്ങനെ നിലനിർത്തുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ചെറിയ ചെറിയ റെസിസ്റ്റൻസുകളൊക്കെ പൊട്ടി താഴെ പോകാനുള്ളതാണ്. 913 തൊട്ടടുത്ത് തന്നെയാണ്. പിന്നെ 880 ഉണ്ട്, അതും പൊട്ടിയാൽ 800. ഇതായിരിക്കും നമ്മളുടെ നാളത്തെ ലെവലുകൾ. ഓക്കെ, പറഞ്ഞാൽ ക്ലിയർ ആയല്ലോ. 23,939 ആയിരിക്കും ഫസ്റ്റ് സപ്പോർട്ട്. 24,000 താഴെ ഓപ്പൺ ചെയ്താൽ ഫസ്റ്റ് സപ്പോർട്ട് 939 ആയിരിക്കും. അത് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 880 ആണുള്ളത്. പിന്നെ പൊട്ടിയ 280. മുകളിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഈ ബോക്സ് ആയിരിക്കും നമ്മുടെ ലക്ഷ്യസ്ഥാനം. ഈ ബോക്സിനാവുമ്പോൾ എന്ത് സംഭവിക്കുന്നുള്ളത് നോക്കി മാത്രം നിങ്ങൾ ട്രേഡ് പ്ലാൻ ചെയ്യുക. അതുപോലെ തന്നെ ഇതിന് താഴെ ഓപ്പൺ ചെയ്താൽ ഈ ട്രെൻഡ് ലൈനും വാലിഡായിട്ട് നിൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ ട്രെൻഡ് ലൈൻ കൂടെ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യുക. കാരണം ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് എന്ത് പറഞ്ഞാലും യാതൊരു വെള്ളത്തിൽ വരച്ച വര പോലാണ്. ഇപ്പം ഞാൻ എന്ത് പറഞ്ഞാലും വെള്ളത്തിൽ വരച്ച വര പോലെ ആകത്തുള്ളൂ. കാരണം ഇങ്ങനൊരു എസ്കലേഷൻ നിൽക്കുന്നത് കൊണ്ട്, ഇങ്ങനൊരു ക്ലാഷ് നിൽക്കുന്നത് കൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അതിനനുസരിച്ച് ഇറാൻ എങ്ങനെ പ്രതികരിക്കുന്നു, അതിനോട് പിന്നെ അമേരിക്ക എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നതൊക്കെ ആശ്രയിച്ചിരിക്കും മാർക്കറ്റ്. അതുകൊണ്ട് നമ്മൾ എന്ത് പറഞ്ഞിട്ടും യാതൊരു കാര്യമില്ല. എന്തായാലും ട്രെൻഡിനൊത്ത് പോവുക, അത്രമാത്രം എനിക്ക് പറയാനുള്ളൂ. ട്രെൻഡിനെതിരെ നമ്മൾ കളിക്കാൻ നിൽക്കരുത്. ഒന്നുകിൽ നമ്മൾ കരയ്ക്കിരുന്ന് കളി കാണുക, ഇല്ലെങ്കിൽ കളിക്കാൻ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒഴുക്കിനൊത്ത് പോകാൻ നമ്മൾ ശ്രമിക്കുക. ഓക്കെ, അത്രമാത്രം എനിക്ക് പറയാനുള്ളൂ. ബാങ്ക് നിഫ്റ്റിയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ബാങ്ക് നിഫ്റ്റിയും ഈ പറയുന്ന നമ്മളെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു 58,617 നമുക്ക് കിട്ടും ഇവിടുന്ന് പോയാലും നമ്മൾ പറഞ്ഞു. നമുക്ക് അതുപോലെ തന്നെ തട്ടിത്തിരിച്ച് നേരെ താഴെ വന്നേക്കുവാണ്. ഇനിയിപ്പം നിലയില്ലാ കയത്തിൽ നിൽക്കുന്ന ഒരവസ്ഥയാണ് ബാങ്ക് നിഫ്റ്റി. ഓക്കെ, പൊട്ടുവാണെന്നുണ്ടെങ്കിൽ 831 പൊട്ടിച്ച് കഴിഞ്ഞാൽ നേരെ താഴോട്ട് പോരും. ഇല്ല, ഇവിടെ ഒന്ന് സപ്പോർട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നേരെ തിരിച്ച് കയറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ലെവലുകളെല്ലാം നമ്മുടെ പഴയ ലെവലുകൾക്കൊന്നും ഒരു മാറ്റമില്ല. ലെവലുകൾ മാറ്റി വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ഈ അൺസർട്ടനിറ്റി കഴിയണം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു 60 ദിവസം, ഈ പറയുന്ന സീസ് ഫയറിന് വെച്ചേക്കുന്ന 60 ദിവസമാണ് നമ്മുടെ നിർണായക ദിവസം. ഈ 60 ദിവസവും മാർക്കറ്റ് ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. 24,000, 23,000, 23,800, 24,500 എന്നൊക്കെ പറഞ്ഞ ഈ ലെവലുകളൊക്കെ
മാർക്കറ്റ് ഓടിക്കളിച്ചുകൊണ്ടിരിക്കും ന്യൂസുകൾക്കനുസരിച്ച്. നമുക്ക് ഒന്നും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഈ 60 ദിവസം വരെ മാർക്കറ്റ് ഈ ഏരിയയിലൊക്കെ തന്നെ കാണും. അതുകൊണ്ടാണ് ഞാൻ ഓപ്ഷൻ സെല്ലിങ് കൂടുതലും നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത്. എന്തായാലും അടുത്ത മാസം ജൂലൈ മാസം മുതൽ നമ്മൾ ഓപ്ഷൻ സെല്ലിങ്ങിൻ്റെ ക്ലാസ് 10 പേർക്ക് വെച്ച് 10 പേർക്ക് വെച്ച് നമ്മൾ നടത്താൻ പ്ലാൻ ചെയ്യുന്നതിന് സമയം, സന്ദർഭം, പിന്നെ സ്ഥലവും ഒക്കെ ഞാൻ കൃത്യമായിട്ട് ഗ്രൂപ്പിൽ ഓർപ്പിക്കാം. നിങ്ങൾക്ക് ആർക്കും താല്പര്യമാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്നെ പേഴ്സണലി ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. എന്തായാലും 10 പേര് കൂടുതൽ ഒരു ബാച്ചിൽ എന്തായാലും കാണത്തില്ല. ധാരാളം പേര് ഓൾറെഡി തന്നെ ബുക്ക് ചെയ്തിങ്ങനെ ക്യൂവിൽ നിൽക്കുകയാണ്. എന്തായാലും 10 പേര് കൂടുതൽ നമുക്ക് പറ്റത്തില്ല. കാരണം ഇത് ധാരാളം സംശയങ്ങളുള്ള മേഖലയാണ് ഓപ്ഷൻ സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ. ചുമ്മാ എടുത്തിയാടുന്ന മേഖലയല്ല. അപ്പോൾ അത് കൃത്യമായിട്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കി അതിൻ്റെ പരമ്പരായികൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി മാത്രം അതിനെ ഓപ്ഷൻ സെല്ലിങ്ങിന് പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ധർമ്മം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ചുമ്മാതെ വന്നോളൂ കിട്ടും എന്ന് പറഞ്ഞ് അങ്ങനെ പഠിപ്പിച്ചിട്ട് യാതൊരു കാര്യമില്ല. എന്തൊക്കെയാണ് ഇതിൻ്റെ വരുംവരാഴികൾ, ഇതിൻ്റെ പോസിറ്റീവ്നെസ് എന്താണ്, ഇതിൻ്റെ നെഗറ്റീവ് സൈഡ് എന്താണ് എന്നുള്ള കാര്യങ്ങളും, പിന്നെ എങ്ങനെയൊക്കെ ചെയ്താൽ എങ്ങനെയൊക്കെ നമുക്കിതിനെ മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ആ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത്. അല്ലാതെ വേറെ എന്തെങ്കിലും പ്രത്യേക സ്ട്രാറ്റജികളോ അല്ലെങ്കിൽ ഇൻഡിക്കേറ്ററുകളോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. നമ്മളെപ്പോഴും നമ്മുടെ ക്ലാസ്സിൽ പറയുന്ന പോലൊക്കെ തന്നെ ഈ പറയുന്ന ഓപ്ഷൻ സെല്ലിങ്ങിന് ഇപ്പം നമ്മൾ ഓൾറെഡി ക്ലാസ് സ്റ്റാർട്ട് ചെയ്തതാണ്. പക്ഷേ നമ്മൾ ഒരു ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോയി, തിരക്കായതുകൊണ്ട് നമുക്ക് പിന്നെ അത് പിന്തുടർന്ന് പോകാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും നാട്ടിൽ വന്ന സ്ഥിതിക്ക് നമ്മൾ ആ ക്ലാസ്സും എന്തായാലും തുടങ്ങും. 10 പേർക്കുള്ള ബാച്ചായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ കൂടുതൽ വിശദവിവരങ്ങൾ നമുക്ക് പുറകാലം പറയാം. ഓക്കെ, അപ്പം ബാങ്ക് നിഫ്റ്റിയുടെ കാര്യം ഞാൻ പറഞ്ഞു. ഈ 60 ദിവസം ഈ പറയുന്ന മാർക്കറ്റ് ഈ ഏരിയയിൽ തന്നെ എന്ത് ചെയ്യും, കറങ്ങി കളിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മിഡ് ക്യാപ്പിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ മിഡ് ക്യാപ്പിൽ ഞാൻ ഈ അടുത്ത ദിവസങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞാൻ പറഞ്ഞു, അടുത്ത ദിവസങ്ങളിലൊക്കെ ഈ BSE നമ്മൾ ശരിക്കും ഒന്ന് സൂക്ഷിക്കണം. ഞാൻ എപ്പോഴും പറയുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ BSE നല്ല രീതിയിൽ 1000-1200 പോയിന്റ് ഒറ്റ സ്ട്രെച്ചിന് റാലി ചെയ്താണ്. അപ്പോൾ അവിടെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ഈ 4000-ന് താഴെ BSE നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ 3500 എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. BSEയുടെ കാര്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. വൺ സ്ട്രെച്ച് റാലിയാണ്. ഒരു ഓൾ ടൈം ഹൈ അടിച്ച് നേരെ തിരിച്ചു വന്ന് വീണ്ടും അടുത്ത ഓൾ ടൈം ഹൈക്ക് പോയതിന് ശേഷം നല്ലൊരു ബെയറിഷ് ക്യാൻഡിൽ, ഡേ വൈസ് നോക്കുവാണെങ്കിൽ നല്ലൊരു ബെയറിഷ് ക്യാൻഡിലോടുകൂടിയാണ് ഇത് ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പം ഈ 14,500 മോളിൽ പോവുകയാണെങ്കിൽ മാത്രമേ നമുക്കൊരു പോസിറ്റീവ് മൊമെൻറ്റം ഇതിനകത്തിലുള്ളൂ. ഓക്കെ, ഈ 4000-ന് താഴെ നിൽക്കുവാണെങ്കിൽ ഇത് മിഡ് ക്യാപ്പ് അല്ലേ, 1 സെക്കൻഡ് BSE എടുത്തില്ലല്ലോ, സോറി. ഇത് ഞാൻ ഓൾറെഡി വരച്ചിട്ടേക്ക് കേട്ടോ. BSEയുടെ കാര്യം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞൊരു വൺ സ്ട്രെച്ച് റാലി നടത്തിയ ഒരു സ്റ്റോക്കാണ്. നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. നോക്കുകയാണ് കൊടിമരം പോലെ പോയേക്കാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു പാറ്റേൺ അവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. ഞാൻ നേരത്തെ വരച്ചിട്ടിരുന്നതാണ്. അപ്പോൾ BSEയിൽ ഇങ്ങനൊരു ഫോർമേഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ലൈൻ ഈ പറയുന്ന 38-37 ഈ 38-37 പൊട്ടിച്ചാൽ, ഓക്കെ, 38-37 പൊട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 3570 വരെ കാണാനുള്ള സാധ്യത ഉണ്ട്. BSE. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് നിങ്ങളൊന്ന് വാച്ച് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ മൂവ്മെൻറ്റ് അനുസരിച്ചായിരിക്കും ആരുടെ മൂവ്മെൻറ്റ്, മിഡ് ക്യാപ്പിൻ്റെ പോക്കും ഇതേമാതിരി തന്നെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് മിഡ് ക്യാപ്പിന് ട്രേഡ് ചെയ്യുന്നവർ ഞാൻ എപ്പോഴും പറഞ്ഞു BSE നിങ്ങൾ നോക്കൂ. അതിൻ്റെ കൂടെ തന്നെ ഹീറോ മോട്ടോകോപ്പിനെ നിങ്ങളൊന്ന് വാച്ച് ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും. ഹീറോ മോട്ടോകോപ്പും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഫ്ലാറ്റ് നോട്ടിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം കുറേ ഓടിയതാണ് ഹീറോ മോട്ടോകോപ്പ്. അതിനുശേഷം ഒരു ഡൗൺ ട്രെൻഡാണ് കാണുന്നതിനകത്തിൽ. അപ്പോൾ ഈ ഡൗൺ ട്രെൻഡ് ഫോളോ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ തിരിച്ച് വീണ്ടും എവിടെ 41-75 പറഞ്ഞ റേഞ്ചിൽ ഹീറോ മോട്ടോകോപ്പ് വരണം. അങ്ങനെ ഇതും ഈ BSEയും രണ്ടുപേരും ഒരുപോലെ ഈ പറയുന്ന പോലെ താഴോട്ട് ഇറങ്ങി വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മിഡ് ക്യാപ്പിൻ്റെ കാര്യം വളരെ കട്ട പുകയായിരിക്കും. അപ്പം ഇതിലൊക്കെ ട്രേഡ് ചെയ്യുന്നവരൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അല്ലാതെ നിഫ്റ്റി പോകുന്നു അതുകൊണ്ട് മിഡ് ക്യാപ്പ് കയറി പോകും എന്നുള്ള ധാരണയൊക്കെ തെറ്റാണ്. ഇത് കൃത്യമായിട്ട് ഞാൻ ക്ലാസ്സിനകത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് ആ ഭാഗം അവിടെ വിടുന്നു. അതുകൊണ്ട് മിഡ് ക്യാപ്പിൻ്റെ കാര്യം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മിഡ് ക്യാപ്പിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് 590 വന്നിട്ട് റിജക്റ്റ് ചെയ്ത് മാർക്കറ്റ് താഴെ പോയി 463 താഴെയാണ് ഇപ്പം മാർക്കറ്റ് നിൽക്കുന്നത്. ഓക്കെ, അപ്പം ഈ 463 നിലനിർത്താൻ പറ്റിയില്ലെങ്കിൽ 463 നിലനിർത്താൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ സാധനം നേരെ 14,222 നാളെ ഗ്യാപ് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ പറയുകയും വേണ്ട. BSE പൊട്ടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ കൂടെ പണ്ടേ ദുർബല പിന്നെ ഗർഭിണി എന്ന് പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ എല്ലാം കൂടെ ജഹപൊഹയായിരിക്കും. അപ്പം നിങ്ങൾ മിഡ് ക്യാപ്പിൽ ട്രേഡ് ചെയ്യുന്നവർ കൃത്യമായിട്ട് നിങ്ങൾ ഹീറോ മോട്ടോകോപ്പിനെയും BSEയും വാച്ച് ചെയ്ത് വേണം നിങ്ങൾ ട്രേഡ് എടുക്കുക. അടുത്ത സെൻസെക്സിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ
ഞാൻ ഈ ഇടയ്ക്ക് ഈ പഴഞ്ചൊല്ലൊക്കെ പറയുമ്പോൾ നിങ്ങൾ ആ സെൻസിൽ എടുക്കുക കേട്ടോ, നിങ്ങളെല്ലാം എന്നെ വിമർശിക്കുകയൊന്നും ചെയ്യില്ല. അപ്പോൾ ഒരു ഓളം വരുമ്പോൾ ആ ഓളത്തെ അങ്ങ് പറഞ്ഞു പോകുന്നത് മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് നിങ്ങൾക്ക് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി ഞാൻ ഈ പറയുന്നതാണ്. സെൻസെക്സിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സെൻസെക്സിൻ്റെ കാര്യം വളരെ അധോഗതിയാണ്. 76,802 താഴെ പോയാൽ, 76,802 താഴെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 76,224 നമുക്ക് കാണേണ്ടി വരും. 802 പൊട്ടിയാൽ 224 നമ്മൾ കാണും. എന്തായാലും സൂക്ഷിക്കാം, മന്ത്ലി എക്സ്പയറികളാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നിഫ്റ്റിയിൽ മന്ത്ലി എക്സ്പയറിയാണ് വരുന്നത്, ഇതിൻ്റെ മന്ത്ലി എക്സ്പയറി കഴിഞ്ഞു. അപ്പം അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം നിങ്ങൾ അടുത്ത ദിവസങ്ങൾ ട്രേഡ് ചെയ്യാൻ. മന്ത്ലി എക്സ്പയറി ചെയ്യാൻ ഹൈ വോളറ്റാലിറ്റി ആയിരിക്കും, നിങ്ങൾ പെട്ടുപോകരുത്. എനിക്കത് മാത്രമേ പറയാനുള്ളൂ. 630 മേളിൽ പോയെങ്കിൽ മാത്രമേ നമുക്കൊരു പോസിറ്റീവ് മൊമെൻറ്റ് സെൻസെക്സിനകത്തേ ഉള്ളൂ. താഴോട്ട് നോക്കിയാൽ 802 താഴെ പോകണം. അങ്ങനെയാണ് 276-224 നമുക്ക് കിട്ടും. ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ആഴ്ച പറയാനുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എന്തു പറഞ്ഞാലും ഇങ്ങനൊരു സിറ്റുവേഷൻ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് പിന്നെ മാർക്കറ്റിൻ്റെ ട്രെൻഡിനനുസരിച്ച് പോകാൻ മാത്രമേ പറ്റത്തുള്ളൂ. വേറെ ഒന്നും നമുക്കിത് വർക്കൗട്ട് ചെയ്യത്തില്ല. അല്ലെങ്കിൽ പിന്നെ ഇത് പോസിറ്റീവ് മൊമെൻറ്റം വരും. എപ്പോഴാണ് നിർമ്മല സീതാരാമൻ പകരം നമ്മുടെ ശക്തികാന്ത ദാസ് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കതൊരു പോസിറ്റീവ് മൊമെൻറ്റം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ പലത് സംഭവിക്കാം. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളൊരു കാര്യം മറന്നുപോലെ, കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഗ്ലോബൽ മാർക്കറ്റുകൾ പൊട്ടിയപ്പോൾ ആ പൊട്ടലിനകത്തിൽ US മാർക്കറ്റ് പങ്കെടുത്തില്ല. അപ്പോൾ അങ്ങനെ ആ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് അവിടെ പെൻഡിങ് നിൽക്കുകയാണ്. പിന്നെ നമ്മുടെ പറഞ്ഞ JP മോർഗൻ്റെ ഈ പറഞ്ഞ സെല്ലിങ്, അതും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ലാസ്റ്റ് മൊമെൻറ്റിൽ വരുവാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ഭീകര ഫോൾ നമ്മൾ കാണേണ്ടി വരും. എൻ്റെ ഭാഷ്യമാണ് പറയുന്നത്, എൻ്റെ ഒരു ചിന്ത മാത്രമേ പറയുന്നത്. അങ്ങനെ സംഭവിക്കണം നിർബന്ധമൊന്നുമില്ല. പക്ഷേ നമ്മൾ എപ്പോഴും വളരെ കോഷ്യസ് ആയിരിക്കണം. നമ്മൾ ഒരു ട്രേഡ് എടുക്കുമ്പം പൊട്ടും താഴോട്ട് പോരട്ടെ എന്ന് പറഞ്ഞ് കുറച്ചുകൂടെ എന്ന് പറഞ്ഞ് നമ്മൾ നോക്കിയിരിക്കാൻ പാടില്ല. മാന്യമായി കിട്ടിയാൽ നമ്മൾ നാളെ നമുക്കിവിടെ വേണം. മാർക്കറ്റ് നാളെ കൊണ്ട്, അടുത്ത ആഴ്ച കൊണ്ട്, അടുത്ത മാസം, അടുത്ത വർഷം കൂടെ കാണും. നമ്മളുണ്ടോ ഇല്ലെന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം. അതുകൊണ്ട് വാഷ് ഔട്ടായി പോകാതെ മാന്യമായി കിട്ടിയാൽ അതുകൊണ്ട് നിങ്ങൾ മാറി നിൽക്കാൻ ശ്രമിക്കുക. അതിനുശേഷം പൊട്ടി തകർന്ന് പോകാതിരിക്കാം. അയ്യോ, ഞാൻ പിടിച്ചിരുന്ന് എനിക്ക് ഇത്ര കിട്ടിയെന്ന് വിചാരിച്ചേക്കാം. അത് വേണ്ട, പോട്ടെ. നമുക്കുള്ളത് നമ്മുടെ പാത്രത്തിൽ വന്ന് വീഴും. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും നാളെ ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.